മമ്മൂക്കിയുടെ കളംകാവൽ സിനിമയുടെ കഴിഞ്ഞ 17 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. ഈ നിമിഷം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. കളംകാവൽ മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ. 17 ദിവസമായിരിക്കാണ് റിലീസിന് വന്നിട്ട്. ഞാനും സിനിമ കണ്ടു. ഒരു ആവറേജ് സിനിമയാണ്. എന്നാൽ പോലും നല്ലൊരു അടിപൊളി ക്യാരക്ടർ തന്നെയാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ. വിനായകനാണെങ്കിലും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്നാൽ പോലും നല്ലൊരു വാച്ചബിൾ ഫ്ലിക്ക് തന്നെയാണ്. എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. സിനിമ റിലീസ് ചെയ്തിട്ട് 17 ദിവസം ആവുകയാണ്. സിനിമ നമ്മുടെ ജിതിൻ കെ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക, വിനായകൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ സിനിമേന്റെ മ്യൂസിക് നമ്മുടെ മുജീബ് മജീദ് ആണ്. എക്കോ, കിഷ്കിന്ധകാണ്ഡം എന്നീ സിനിമകളിലെ മ്യൂസിക് ഡയറക്ടർ. ബീജിഎം ഒക്കെ ആവറേജ് ആണ്. എന്നാൽ പോലും അടിപൊളി ട്രാക്ക് തന്നെയാണ് പുള്ളി ടീസറിലും ട്രെയിലറിലും കൊടുത്തത്. എന്തായാലും കളംകാവൽ സിനിമേന്റെ കഴിഞ്ഞ 17 ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലോട്ട് തന്നെ പോകാം നമുക്ക്. പടത്തിന്റെ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 17 ദിവസം കൊണ്ട് 35 കോടി നേടിയെടുത്തിരിക്കുകയാണ്. 35 കോടി 41 ലക്ഷമാണ് നിലവിലെ സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 കോടി 86 ലക്ഷത്തിനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യയുടെ വെളിയിലെ കളക്ഷനാണ് ഓവർസീസ് കളക്ഷൻ എന്ന് പറയും അതിനെ. മിഡിൽ ഈസ്റ്റ്, UK, അയർലാൻഡ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ ലോകത്തിന് മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഓവർസീസ് കളക്ഷൻ ടോട്ടലായിട്ട് 38 കോടി 25 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 17 ദിവസം കൊണ്ട് നമ്മുടെ മമ്മൂക്കയുടെ കളംകാവൽ സിനിമ വേൾഡ് വൈഡ് 80 കോടി 52 ലക്ഷമാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. മമ്മൂക്കയുടെ മൂന്നാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായി മാറുകയാണ് നമ്മുടെ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ. ഇതിനു മുമ്പ് ഈ ഒരു പൊസിഷൻ നേടിയെടുത്ത നമ്മുടെ ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമകളാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കളംകാവൽ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരുന്നു. നിലവിലെ സിനിമേന്റെ OTT അവകാശങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് നമ്മുടെ സോണി ലിവാണ്. എന്തായാലും ജാനുവരി ഫസ്റ്റ് വീക്കിനുള്ളിൽ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസും പ്രഖ്യാപിക്കുന്നതായിരിക്കും. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ടും. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിൽ രേഖപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കളംകാവൽ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട്.